ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലീമിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ എല്ലാ ചേരുവകളും ഒന്നിച്ചിട്ടിട്ടാണ് ഈ ഹലീം തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഹലീമിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് അതായത് ബ്രോക്കൺ വീറ്റാണ് എടുത്തത്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് ബസ്മതി അരി അല്ലെങ്കിൽ കൈമ റൈസ് എടുക്കാം. 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂണ് ചുവന്ന പരിപ്പ്, 1 ടേബിൾ സ്പൂണ് സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പും പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുപയർ പരിപ്പും എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ഈ ബ്രോക്കൺ വീറ്റും എല്ലാ പരിപ്പും ഒന്നിച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊരു 3/4 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളി നേരിയതായി അരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉള്ളി നമുക്ക് ഹലീമിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ്. അതിലേക്ക് നമ്മൾ ഈ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീയുടെയും ഓയിലിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 4 ഏലക്കയും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 1/2 ടീസ്പൂണ് മുഴുവൻ കുരുമുളക്, 2 ഉള്ളി മീഡിയം സൈസിലുള്ള ഉള്ളി തന്നെ നേരിയതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാ മസാലകളും നമ്മൾ ഒന്നിച്ച് കുക്കറിലിട്ടാണ് നമ്മൾ ഈ ഹലീം തയ്യാറാക്കിയെടുക്കുന്നത്. 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബീഫാണ് ഞാനിവിടെ എടുത്തത്. ഒരു 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലില്ലാത്ത ബീഫാണ് ഇട്ടത്. എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ലാസ്റ്റ് എല്ല് മാറ്റിയെടുത്താൽ മതിയാകും. കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് തൈര്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച നുറുക്ക് ഗോതമ്പും പരിപ്പുകളും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാം. പക്ഷേ ബീഫ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇനി 1 ലിറ്റർ വെള്ളം, ഏകദേശം 4 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിത് കുക്കർ അടച്ചിട്ട് നമ്മൾ ഈ ബീഫ് വേവുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടിച്ച് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫും നമ്മുടെ വീറ്റും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ബോണുള്ള ബീഫാണ് ചേർത്തതെങ്കിൽ ഈ സമയത്ത് ബീഫ് പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് എല്ലുകൾ മാറ്റിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലൊരു പൊട്ടറ്റോ മാഷറോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹലീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം. നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാം. അണ്ടിപ്പരിപ്പും ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുനാരങ്ങ മുറിച്ചിട്ട് അതും കഷ്ണങ്ങളാക്കി ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.